പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട വേദനിപ്പിക്കുന്നൊരു വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകണം. ആലപ്പുഴയിൽ നമ്മൾ ഇന്നലെ രാവിലെ ആലപ്പുഴയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശരത് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു. ആലപ്പുഴ ആറാട്ടുപുഴയിൽ ഒരു യുവാവിൻ്റെ മരണം. ആ യുവാവിനെ ഭാര്യ വീട്ടുകാർ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നാണ് ഈ യുവാവിൻ്റെ വീട്ടുകാർ ഇന്നലെ പറഞ്ഞത്. അതിൽ നമ്മൾ ഈ ഭാര്യ വീട്ടുകാരുടെ പ്രതികരണം എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ വിഷയം ശരത്ത് പരിശോധിച്ചു. അതിലിപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭാര്യ വീട്ടുകാർ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നാണ് കേസ്. പ്രതികളെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. മരിച്ച വിഷ്ണുവിൻ്റെ ഭാര്യ ആതിര ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായത്. വിഷ്ണുവിൻ്റെ തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഭാരമുള്ള വസ്തു കൊണ്ട് തലക്കടിച്ചാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കിയതെന്നാണ് വിലയിരുത്തൽ. പ്രതികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്ത പോലീസ് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊലക്കുറ്റം ചുമത്തുകയായിരുന്നു. ശരത് SS നമുക്കൊപ്പം ചേരും. അല്പസമയത്തിനുള്ളിൽ വിഷ്ണുവിന്റെ അച്ഛൻ നടരാജും നമുക്കൊപ്പം ചേരും. ആദ്യം ശരത്തിലേക്ക് പോകാം. ശരത്ത്, വെരി ഗുഡ് മോർണിംഗ് ശരത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ വിഷ്ണുവും ഭാര്യയും തമ്മിൽ പിണക്കത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. ശരത്ത് മകളെ കാണാൻ വേണ്ടിയോ അവിടെ കൊണ്ടുവിടാനോ മറ്റോ പോയതല്ലേ? എന്താണ് സംഭവിച്ചത് ശരത്ത് ഈ വിഷ്ണു അവിടെ പോയപ്പോൾ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. വിഷ്ണു ഇത്തരത്തിൽ മകളെ, അതായത് വിഷ്ണുവിന്റെ മകൾ ഇത്തരത്തിൽ വിഷ്ണുവിന്റെ കൂടെ അവധി ദിവസങ്ങളിൽ കഴിയാറുണ്ട്. അങ്ങനെ അവധി ദിവസം കഴിഞ്ഞ് മകളെ തിരികെ ഭാര്യ വീട്ടിൽ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് വിഷ്ണു ഈ ആറാട്ടുപുഴയിലെ തറയിൽക്കടവ് വീട്ടിലേക്ക്, ആതിരയുടെ വീട്ടിലേക്ക് പോയത്. പക്ഷേ ആ സമയത്ത് അവിടെ ആതിരയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. തുടർന്ന് ഇവരുമായി തർക്കമുണ്ടാകുന്നു. വിഷ്ണുവിനെ അതിക്രൂരമായി ഈ ബന്ധുക്കൾ മർദ്ദിച്ചു എന്ന് നേരത്തെ തന്നെ കുടുംബം ആരോപിച്ചതാണ്. അതിനുകൂടി ഒരു തെളിവെന്ന രീതിയിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ഇന്നലെ പുറത്തു വന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം. അതായത് ഭാരമുള്ള വസ്തു കൊണ്ട് തലയ്ക്ക് മർദ്ദിച്ചു എന്ന് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കായിരുന്നു പോലീസ് കേസെടുത്തത്. പക്ഷേ പിന്നീട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് കൊലക്കുറ്റത്തിലേക്ക് മാറ്റിയെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ വിഷ്ണുവിന്റെ ഭാര്യയും 3 അച്ഛന്റെ സഹോദരന്മാരുൾപ്പെടെ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതായത് ഭാര്യ ആതിര, ഒപ്പം ബാബുരാജ്, പത്മൻ, പൊടിമോൻ തുടങ്ങിയ 3 പേർ കൂടി അറസ്റ്റിലായി. ഈ 3 പേരെയും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഇവരെ കസ്റ്റഡിയിൽ എടുത്തതാണ്. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നിപ്പോൾ ഒരു രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ സംഭവം വിഷ്ണുവും ഭാര്യയും കഴിഞ്ഞ 1.5 വർഷമായി പിണങ്ങിക്കഴിയുകയാണ്. ഭാര്യ ആതിര അവരുടെ തറയിൽക്കടവിലെ വീട്ടിലാണ് 1.5 വർഷമായി താമസിക്കുന്നത്. ഈ നേരത്തെ പോലീസിന്റെ ഒരു ധാരണ പ്രകാരം മകളെ അവധി ദിവസങ്ങളിൽ വിഷ്ണുവിനെ ഏൽപ്പിക്കാമെന്നുള്ളത് ഒരു ധാരണ പോലീസിന്റെ കൂടി ഇതിൽ തീരുമാനമായതാണ്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മകളെ വിഷ്ണു ഇത്തരത്തിൽ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് ഈ അവധി ദിവസം കഴിഞ്ഞ് തിരികെ ഏൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു ചൊവ്വാഴ്ച വിഷ്ണു ഭാര്യ വീടായ തറയിൽക്കടവിലെ വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ അവിടെ വീട്ടിനകത്ത് പോലും വിഷ്ണു കയറിയിട്ടില്ല എന്നുള്ളതാണ് വിഷ്ണുവിന്റെ ബന്ധുക്കൾ പറയുന്നത്. പുറത്ത് നിൽക്കുകയായിരുന്നു വിഷ്ണു. മകളെ വീട്ടിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ സമയത്ത് ഈ ഭാര്യയുടെ അച്ഛന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ എത്തി അനാവശ്യമായി പ്രശ്നങ്ങളുണ്ടാക്കി. തുടർന്ന് അകാരണമായ തരത്തിൽ വളരെ ഗുരുതരമായി തന്നെ ക്ഷതമേൽക്കുന്ന രീതിയിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് കുടുംബം ആ ഘട്ടത്തിലും ആരോപിച്ചത്. അതിനുകൂടി ഞാൻ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അക്കാര്യം തന്നെയാണ് എന്തായാലും വ്യക്തമാക്കുന്നത്. ഓക്കെ ശരത്ത്, എന്തായാലും നമുക്ക് വിഷ്ണുവിന്റെ അച്ഛനോടൊന്ന് സംസാരിക്കാം. എന്തൊക്കെയാണല്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിരിക്കുന്നു. അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ പിണങ്ങി താമസിക്കുമ്പോൾ മകളെ 2 കൊണ്ടുപോകുന്നു. അതിൽ അവധി ദിവസം അച്ഛൻ്റെ ഒപ്പം കുഞ്ഞിനെ വിടുന്നു. തിരിച്ചു കൊണ്ടുപോയി ചെല്ലുന്ന സമയത്ത് വാക്കുതർക്കമുണ്ടാവുന്നു. അവിടെ ഭാര്യയുടെ അച്ഛൻ്റെ സഹോദരങ്ങളും ചേർന്ന് വിഷ്ണുവിനെ മർദ്ദിച്ചു എന്നാണ് പരാതി. അതിൽ തലയ്ക്ക് മാരകമായ ഒരു പ്രഹരമേറ്റിട്ടുണ്ട്. എന്തെങ്കിലും കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് അടിച്ചിട്ടുണ്ടാവാം. ആ ചിത്രങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. ആതിരയുടെ ഒപ്പമുള്ള അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങളുമാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നാണ്. ഇതാണല്ലേ, എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. എത്രമേൽ സന്തോഷപ്രകാരം അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി നടന്ന ഒരു വിവാഹമായിട്ടുണ്ടാവും.